ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. നമ്മൾ ഒപ്റ്റിക്സിലെ ഇന്ന് പഠിക്കാൻ പോകുന്ന മിറർ ഇക്വേഷൻ ആണ്. അപ്പൊ നമ്മളിവിടെ ഒരു കോൺകേവ് മിറർ കൺസിഡർ ചെയ്യുന്നു. അതിന്റെ ജോമെട്രിക്കൽ സെന്റർ ആണ് പി, ഫോക്കസ് എഫ്, ഇത് സെന്റർ ഓഫ് കർവേച്ചർ സി. അപ്പൊ നമ്മളൊരു സിക്ക് ഇപ്പുറത്ത് നമ്മളൊരു ഓബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യുന്നു. സിക്ക് പിറകിലായിട്ട് ഓബ്ജക്റ്റിനെ കൺസിഡർ ചെയ്യുന്നു. നമുക്കറിയാം, ഒരു ഇമേജ് ഫോം ചെയ്യണമെങ്കിൽ രണ്ട് റേസ് വേണം. 4 തരത്തിലുള്ള റേസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അതിൽ ഏതെങ്കിലും 2 റേസ് തമ്മിൽ ആഫ്റ്റർ റിഫ്ലക്ഷൻ ഓർ റിഫ്രാക്ഷന് ശേഷം മീറ്റ് ചെയ്താലാണ് ഇമേജ് ഫോം ചെയ്യുന്നത്. അപ്പോൾ ഫസ്റ്റ് റേ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. അതിവിടെ വന്ന് മിററിൽ വീണു. അവിടുന്ന് അത് റിഫ്ലക്ഷൻ സംഭവിച്ച് ഫോക്കസിൽ കൂടി പോകുന്നു. ഫോക്കസിൽ കൂടി പോകുന്നു. ഓക്കെ. സെക്കൻഡ് റേ പോളിൽ വീണ് സ്മോൾ ആംഗുലർ റിഫ്ലക്ഷൻ സംഭവിച്ച് അതും പോകുന്നു. ഇതാണ് ഇൻസിഡന്റ് റേ. അപ്പൊ ഇമേജ് ഇവിടെ കിട്ടി. ഇപ്പൊ നമ്മൾ ഇതിന്റെ എ ബി ഓബ്ജക്റ്റ് ആയിട്ട് എടുക്കുന്നു. അപ്പൊ അതിന്റെ ഇമേജ് ആയതുകൊണ്ട് ഇവിടെ നമ്മള് ബി ഡാഷ് എ ഡാഷ് ഇമേജ് ആയിട്ട് എടുക്കുന്നു. ഈ വീണ പോയിന്റിനെ, മിററിൽ വീണ പോയിന്റ് നമ്മൾ എം ആയിട്ട് എടുത്തു. ഓക്കെ. അപ്പൊ ഒന്നുകൂടി നോക്കാം. ഫസ്റ്റ് ഇവിടെ വന്നിട്ട് ഫോക്കസിൽ കൂടെ വേണം ഈ റേ കടന്നു പോകാനായിട്ട്. സെക്കൻഡ് ഇവിടെ വീണിട്ട് സ്മോൾ ആംഗിൾ, ഈ ആംഗിളും ഈ ആംഗിളും സെയിം ആയിരിക്കണം. അപ്പൊ ഇവിടെ നമുക്ക് 2 സിമിലർ ട്രയാംഗിൾസ് കൺസിഡർ ചെയ്യാം. ആംഗിൾ ട്രയാംഗിൾ എ ഡാഷ് ബി ഡാഷ് എഫ്, എ ഡാഷ് ബി ഡാഷ് എഫ് ആൻഡ് ഇവിടെ പി എം എഫ്, പി എം എഫ്. 2 സിമിലർ ട്രയാംഗിൾസ് ആണ്. നമുക്കറിയാം, സിമിലർ ട്രയാംഗിളിന്റെ സിമിലർ സൈഡ്സിന്റെ റേഷ്യോ സിമിലർ ആയിരിക്കും. അപ്പൊ ഇവിടെ എ ഡാഷ് ബി ഡാഷിന് സമാനമായിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് എം പി ആണ്. സീക്വൽ ടു ഇവിടെ ബി ഡാഷ് എഫ് ട്രയാംഗിളിന് അതിന് സമാനമായിട്ടുള്ള സൈഡ് എന്ന് പറയുന്നത് എഫ് പി ആണ്. അപ്പൊ നമ്മൾ ഫിഗറിൽ നോക്കിയാൽ ഈ ഡിസ്റ്റൻസ് എം ബി അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു എ ബി ആയിട്ട് എടുക്കാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷനെ മാറ്റി എഴുതാം. എ ഡാഷ് ബി ഡാഷ് ബൈ എ ബി ഈസ് ഈക്വൽ ടു ബി ഡാഷ് എഫ് ബൈ എഫ് പി എന്ന് കൊടുക്കാം. ഇക്വേഷൻ 1. ഇനി 2 സിമിലർ ട്രയാംഗിൾസും കൂടി ഉണ്ട് ഇവിടെ. ട്രയാംഗിൾ എ ഡാഷ് ബി ഡാഷ് പി ആൻഡ് ട്രയാംഗിൾ എ ബി പി. ഇവിടുത്തെ സിമിലർ സൈഡ്സ് നമ്മൾ കൺസിഡർ ചെയ്യുന്നു. എ ഡാഷ് ബി ഡാഷ് ബൈ എ ബി ഈസ് ഈക്വൽ ടു ഈ സൈഡ് ബി ഡാഷ് പി ബൈ ബി പി, ബി ഡാഷ് പി ബൈ ബി പി. ഓക്കെ. ഇനി ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം, ഈ ബി പി എന്നുള്ളത് ഇമേജ് ഡിസ്റ്റൻസ് ആണ്. ഇമേജ് ഡിസ്റ്റൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന ബി ഡാഷ് പി. ഇവിടെ നമുക്ക് ബി കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഓബ്ജക്ട് ഡിസ്റ്റൻസിനെ നമുക്ക് യു കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. ഇവിടെ ഫോക്കൽ ലെങ്ത് ആണിത്. അതിന് നമുക്ക് സ്മോൾ ലെറ്റർ എഫ് കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. സി ആർ ആണെങ്കിൽ സി തൊട്ട് പി വരെയുള്ള ആണെങ്കിൽ സെന്റർ ഓഫ് കർവേച്ചർ ആർ കൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിയാൽ എ ഡാഷ് ബി ഡാഷ് ബൈ എ ബി ഇസ് ഈക്വൽ ടു ബി ഡാഷ് പി ബൈ ബി പി, ഇക്വേഷൻ 2. ഫ്രം ഇക്വേഷൻ 1 ആൻഡ് 2, 1 and 2. അതിന് ലെഫ്റ്റ് സൈഡ് സെയിം ആണ്. എ ഡാഷ് ബി ഡാഷ് ബൈ എ ബി ആണ് 2 സൈഡിലും കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എഴുതാം ബി ഡാഷ് പി ബൈ ബി പി ഈസ് ഈക്വൽ ടു ബി ഡാഷ് എഫ് ബൈ എഫ് പി. ഇനി ബി ഡാഷ് പി എന്താണെന്ന് നമുക്ക് നോക്കാം.
ബി ഡാഷ് പി എന്ന് പറയുന്നത് ഈ ഡിസ്റ്റൻസ് ആണ്. ആ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് എന്താണ്? പോളിൽ നിന്നുള്ള ഇമേജിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്. നമ്മൾ സൈൻ കൺവെൻഷൻ യൂസ് ചെയ്യുന്നു. അപ്പം ബി ഡാഷ് പി ഇസ് ഈക്വൽ ടു എല്ലാ ഡിസ്റ്റൻസും മെഷർ ചെയ്യേണ്ട പോളിൽ നിന്നാണ്. പോളിൽ നിന്ന് നമ്മൾ മെഷർ ചെയ്യുമ്പോൾ ഇൻസിഡന്റ് റേക്ക് സെയിം ഡയറക്ഷൻ ആണെങ്കിൽ പോസിറ്റീവ്, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആണെങ്കിൽ നെഗറ്റീവ്. പ്രിൻസിപ്പൽ ആക്സിസിന് മുകളിലോട്ടാണെങ്കിൽ പോസിറ്റീവ്, താഴേക്കാണെങ്കിൽ നെഗറ്റീവ്. അപ്പൊ ഇവിടെ വി ഡാഷ് പി ഇസ് ഈക്വൽ ടു നമുക്ക് മൈനസ് വി കിട്ടും. അതുപോലെ അടുത്ത ബി പി ഇസ് ഈക്വൽ ടു, ബി പി എന്നുള്ളത് ഓബ്ജക്ട് ഡിസ്റ്റൻസ് ആണ്, അതും പോളിൽ നിന്നാണ് എടുക്കേണ്ടത്, അതുകൊണ്ട് മൈനസ് യു. ദെൻ ബി ഡാഷ് എഫ്, ബി ഡാഷ് എഫ് നമുക്ക് ഡയറക്റ്റ് ആയിട്ട് മെഷർ ചെയ്യാൻ പറ്റില്ല, അതുകൊണ്ട് നമുക്ക് ബി ഡാഷ് എഫിനെ നമുക്ക് മാറ്റി എഴുതണം. ബി ഡാഷ് എഫ് ഇസ് ഈക്വൽ ടു ഇതാണ് ബി ഡാഷ് പി മൈനസ് എഫ് പി എന്ന് എഴുതാം. ഈ ഡിസ്റ്റൻസിൽ നിന്ന് ഇത് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന ഡിസ്റ്റൻസ്. ഓക്കെ, അപ്പം ബി ഡാഷ് എഫ് ഇസ് ഈക്വൽ ടു ബി ഡാഷ് പി എന്ന് പറയുന്നത് എന്താണ്? മൈനസ് വി ആണ്. എഫ് പി എന്ന് പറയുന്നത് മൈനസ് എഫ് ആണ്. അങ്ങനെ നമ്മൾ എഴുതി. ഇനി എഫ് പി എന്ന് പറയുന്നത് മൈനസ് എഫ് ആണ്. ഇത് നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. ബി ഡാഷ് പി മൈനസ് ബി, ബി പി എന്ന് പറഞ്ഞാൽ മൈനസ് യു ഇസ് ഈക്വൽ ടു ബി ഡാഷ് പി മൈനസ് ബി, ഇവിടെ പ്ലസ് എഫ് ബൈ മൈനസ് എഫ് വരും. ഓക്കെ, ഇനി നമ്മളിവിടെ മൈനസ് മൈനസ് ആകുമ്പോൾ എന്ത് വരും? ബി ബൈ യു ഇസ് ഈക്വൽ ടു ബി ബൈ എഫ് മൈനസ് 1 എന്ന് കിട്ടി. ഇനി ഇവിടെ നമ്മൾ എല്ലാ ടേമിനെയും ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. ബി കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 1 ബൈ യു ഇസ് ഈക്വൽ ടു 1 ബൈ എഫ് മൈനസ് 1 ബൈ വി. ഒന്നിനെ അറേഞ്ച് ചെയ്ത് എഴുതിയാൽ മൈനസ് 1 ബൈ വിനെ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ട് 1 ബൈ വി പ്ലസ് 1 ബൈ യു ഇസ് ഈക്വൽ ടു 1 ബൈ എഫ്. ഇതിനാണ് നമ്മൾ പറയുന്നത് മിറർ ഇക്വേഷൻ എന്ന് പറയുന്നത്. 1 ബൈ വി പ്ലസ് 1 ബൈ യു ഇസ് ഈക്വൽ ടു 1 ബൈ എഫ്. അപ്പൊ ഈ ഫിഗർ ഇമ്പോർട്ടന്റ് ആണ്. ഫിഗർ കറക്റ്റ് ആയിട്ട് വരയ്ക്കുക. അതിൽ നിന്നാണ് നമുക്ക് ഡെറിവേഷൻ ഉള്ളത്. അപ്പൊ രണ്ട് സിമിലർ ട്രയാങ്കിൾസ് എ ഡാഷ് ബി ഡാഷ് എഫ് ആൻഡ് പി എം എഫ്, സിമിലർ സൈഡ്സ് എ ഡാഷ് ബി ഡാഷ് ബൈ എം ബി, ഇവിടെയാണ് ബി ഡാഷ് എഫ് ബൈ എഫ് പി. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെ ട്രയാങ്കിൾ എ ഡാഷ് ബി ഡാഷ് പിയും എ ബി പിയും, എ ഡാഷ് ബി ഡാഷ് ബൈ എ ബിയും ബി ഡാഷ് പി ബൈ വി പിയും. ഓക്കെ, അത് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം സൈൻ കൺവെൻഷൻ ആണ്. സൈൻ കൺവെൻഷൻ നമ്മൾ കൊടുത്തു കഴിഞ്ഞപ്പോൾ നമ്മൾ കിട്ടി 1 ബൈ വി പ്ലസ് 1 ബൈ യു ഇസ് ഈക്വൽ ടു 1 ബൈ എഫ് ആണ്. ഓക്കെ, ഇനി ഇതുപോലെ തന്നെയുള്ളതാണ് മാഗ്നിഫിക്കേഷൻ. മാഗ്നിഫിക്കേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് ഇമേജ് ഹൈറ്റ്. മാഗ്നിഫിക്കേഷൻ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എം ഈസ് ഈക്വൽ ടു എച്ച് ഡാഷ് ബൈ എച്ച് ആണ്. ഇമേജ് ഹൈറ്റ് ബൈ ഓബ്ജക്ട് ഹൈറ്റ് ആണ്. ഇമേജ് ഹൈറ്റിനെ നമ്മൾ എച്ച് ഡാഷ് ആയിട്ട് എടുക്കുന്നു, ഓബ്ജക്ട് ഹൈറ്റിനെ നമ്മൾ എച്ച് ആയിട്ട് എടുക്കുന്നു. അപ്പൊ എം ഈസ് ഈക്വൽ ടു എച്ച് ഡാഷ് ബൈ എച്ച് എന്ന് നമുക്ക് കിട്ടും. ഈ ട്രയാങ്കിൾ ഇതനുസരിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ എം ഈസ് ഈക്വൽ ടു മൈനസ് എച്ച് ഡാഷ്, താഴേക്കാണ് വന്നിരിക്കുന്നത്, മൈനസ് എച്ച് ഡാഷ് ബൈ എച്ച് എന്ന് കിട്ടും. ഈക്വൽ ടു ഈ ഇക്വേഷൻ നമ്മൾ കൺസിഡർ ചെയ്താൽ ബി ഡാഷ് പി ബൈ ബി പി കൺസിഡർ ചെയ്താൽ, ഇക്വേഷൻ 2 കൺസിഡർ ചെയ്താൽ എ ഡാഷ് ബി ഡാഷ് മൈനസ് എച്ച് ബൈ എ ബി എച്ച് കിട്ടി. ഈക്വൽ ടു ബി ഡാഷ് പി, ബി ഡാഷ് പി എന്ന് പറയുന്നത് മൈനസ് വി ബൈ മൈനസ് യു ആണ്. അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എച്ച് ഡാഷ് ബൈ മൈനസ് എച്ച് ഡാഷ് ബൈ എച്ച് ഈസ് ഈക്വൽ ടു ബി ബൈ യു എന്ന് കിട്ടും. ഓക്കെ, അല്ലെങ്കിൽ എച്ച് ഡാഷ് ബൈ എച്ച് ഈസ് ഈക്വൽ ടു ബി ബൈ യു മൈനസ് ബി ബൈ യു. ഇതാണ് മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതുപോലെ തന്നെ നമുക്ക് സിമിലർ ആണ് കോൺവെക്സ് മിററിന്റെ കേസിൽ. കോൺവെക്സ് മിററിന്റെ കേസിൽ നമ്മൾ വരയ്ക്കുമ്പോൾ ആണ് കോൺവെക്സ് മിറർ വരിക. നമ്മൾ ഓബ്ജക്റ്റിനെ വെക്കുന്നു, വിർച്വൽ ഇമേജ് ആണ് നമുക്ക് കിട്ടുക. വരുന്നു, വിർച്വൽ ഫോക്കസിൽ കൂടെയാണ് അത് കടന്നു പോകുന്നത്. അതുപോലെ പോളിൽ വീണിട്ട് അവിടുന്ന് ആ ലൈൻസിനെ നമ്മൾ പുറകോട്ട് വലിക്കുന്നു. ഇങ്ങനെ വലിക്കുമ്പോൾ ഇവിടെയാണ് നമുക്ക് ഇമേജ് കിട്ടുക. ഓക്കെ, ഇമേജ് കിട്ടും. ഫോക്കസിൽ കൂടെ കടന്നു പോകുന്ന എഫ് ആണ്.
ഇവിടെ നമുക്ക് കിട്ടുന്ന സി ആണ്. ഓക്കെ, അപ്പൊ ഇവിടെ കിട്ടുന്ന ഇമേജിന്റെ പ്രത്യേകത, ഈ ഇമേജ് ഇൻവെർട്ടഡ് ഇമേജ് ആണ്, റിയൽ ഇമേജ് ആണ്. ഈ ഇമേജ് എന്ന് പറയുന്നത് വിർച്വൽ ഇമേജ് ആണ്, ഇറക്റ്റ് ഇമേജ് ആണ്. ഇനി കോൺകേവ് മിറർ കുറച്ചുകൂടി, ഇപ്പൊ നമുക്ക് സിക്ക് പിന്നിലാണ് നമ്മൾ വെച്ചിരിക്കുന്നത്. ഓബ്ജക്റ്റിനെ നമ്മൾ എഫിനും പിക്കും ഇടയ്ക്ക് ഓരോ പൊസിഷനിൽ വെച്ച് നോക്കുക. അവസാനം നമ്മൾ എഫിനും പിക്കും ഇടയിലാണ് നമുക്ക് കോൺകേവ് മിററിന്റെ ഓബ്ജക്റ്റിനെ വെക്കുന്നതെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇമേജ് എന്ന് പറയുന്നത് വിർച്വൽ ഇമേജ് ആയിരിക്കും നമുക്ക് കിട്ടുക. അപ്പൊ കോൺവെക്സ് മിററിന്റെ കേസിൽ ഇമേജ് ഫോം ചെയ്യുന്ന ഫിഗർ വരച്ചു നോക്കുക, ഈ ഇക്വേഷൻ ഡിറൈവ് ചെയ്ത് നോക്കുക. അവിടെ നമുക്ക് സെയിം ഇക്വേഷൻ തന്നെ കിട്ടും. 1/v + 1/u = 1/f. മാഗ്നിഫിക്കേഷൻ സെയിം ആണ്. -h'/h = v/u or h'/h = -v/u എന്ന് നമുക്ക് കിട്ടും. ഓക്കെ, നമ്മൾ പഠിക്കുന്ന റിഫ്രാക്ഷൻ. Ray of light travels from one medium to another medium. The direction of light deviates at the interface of two media. This phenomenon is known as refraction. ഒരു മീഡിയത്തിൽ നിന്ന് മറ്റൊരു മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുമ്പോൾ ആ മീഡിയാസിലെ ഇന്റർഫേസിൽ ബേസ് ലൈറ്റിന്റെ ഡയറക്ഷൻ ഉണ്ടാകുന്ന ചേഞ്ചിനാണ് നമ്മൾ അപവർത്തനം എന്ന് പറയുന്നത്. നമ്മൾ നോക്കിയാൽ ഇതാണ് നമ്മൾ ഇന്റർഫേസ് കൊണ്ട് ഉദ്ദേശിക്കുന്ന രണ്ട് മീഡിയാസ്. ഇവിടെ ഒരു മീഡിയം, ഇവിടെ മറ്റൊരു മീഡിയം. ലൈറ്റ് വീഴുന്നതിന് നമ്മൾ ആ പോയിന്റ്, ഇവിടെയാണ് പോയിന്റ് ഓഫ് ഇൻസിഡൻസ്, അവിടെ നമ്മൾ ലൈറ്റ് വന്ന് വീഴുന്നു. ഓക്കെ, നോർമൽ വരച്ചു. നോർമലും ലൈറ്റും കൂടി ഉണ്ടാക്കുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. അപ്പൊ ശരിക്കും ഈ ലൈറ്റ് പോകേണ്ടത് ഇതിലെയാണ് പോകേണ്ടത്. ഒരു ഡീവിയേഷൻ ഇല്ലാതെ ലൈറ്റ് പോകേണ്ടത് ഇതിലെയാണ് പോകേണ്ടത്. പക്ഷെ ഇതിന് ഡീവിയേഷൻ സംഭവിച്ചു ഒന്നുകിൽ നോർമലിനോട് അടുക്കും, അല്ലെങ്കിൽ നോർമലിൽ നിന്ന് അകന്നു പോകും. ഇനി അകന്നു പോകുന്ന അല്ലെങ്കിൽ അടുക്കുന്ന ഈ പ്രോസസ്സിനാണ് നമ്മൾ അപവർത്തനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഈ കേസിൽ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ, നോർമലും റിഫ്രാക്റ്റഡ് റേയും തമ്മിലുള്ള ആംഗിളിനാണ് നമ്മൾ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ എന്ന് പറയുന്നത്. ഇൻസിഡന്റ് റേ. ഓക്കെ, ഇനി രണ്ട് ലോസ് ആണുള്ളത്, റിഫ്രാക്ഷൻ ലോസ്. ഒന്ന് ഇൻസിഡന്റ് റേ, റിഫ്രാക്റ്റഡ് റേ ആൻഡ് നോർമൽ ടു ദ പോയിന്റ് ഓഫ് ഇൻസിഡൻസ് at the interface of two media are lying in the same plane. അതാണ് ഒന്നാമത്തെ റൂൾ എന്ന് പറയുന്നത്. രണ്ടാമത്തെ റൂൾ എന്ന് പറയുന്നത് ratio of the sine of angle of incidence to the angle of refraction is a constant. This constant is called refractive index of second medium with respect to first medium. അതായത് ഈ ലോയ്ക്ക് നമ്മൾ പറയുന്ന പേര് സ്നെൽസ് ലോ എന്നാണ് പറയുന്നത്. It is the ratio of sine of angle of incidence to the sine of angle of refraction is a constant. Constant നമ്മൾ പറയുന്ന പേര് refractive index of second medium with respect to first medium, n21. second medium n21 നമ്മൾ മാറ്റി എഴുതിയാൽ n2/n1 എഴുതാം. അപ്പോൾ മോസ്റ്റ് ഓഫ് കേസസ് ഈ ഫസ്റ്റ് മീഡിയം എന്ന് പറയുന്നത് ഫസ്റ്റ് മീഡിയം എയർ ആയിരിക്കും. അപ്പോൾ n1 ഫസ്റ്റ് മീഡിയം എയർ വരുന്ന കേസിൽ n1 1 വരും. അപ്പൊ നമുക്ക് കിട്ടും sin i/sin r n1 എന്നുള്ളത് 1 ആയിട്ട് എടുക്കുന്നു, അപ്പൊ n2 എന്നുള്ളത് n ആയിട്ട് എടുക്കുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന n1 ഇവിടെ നമ്മൾ n/1 എന്ന് കിട്ടും, n ആയിട്ട് എടുക്കുന്നു. അപ്പൊ it is the ratio of sine of the angle of incidence to the sine of the angle of refraction is a constant. ആ കോൺസ്റ്റന്റ് പറയുന്നതാണ് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഓഫ് സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം. അങ്ങനെ എഴുതുന്ന സെക്കൻഡ് മീഡിയം വിത്ത് റെസ്പെക്ട് ടു ഫസ്റ്റ് മീഡിയം n21 എന്ന് എഴുതും. ഇനി രണ്ട് കേസസ് ഉണ്ട്. ലൈറ്റ് ട്രാവൽ ചെയ്യുന്നത് ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്കാവാം. നമ്മൾ ഡെൻസർ മീഡിയം ആയിട്ട് എടുക്കുന്നത്. ഡെൻസർ മീഡിയം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് n1, അതിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്ക് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നു. ഇതാണ് റേ ഓഫ് ലൈറ്റ്. ഡെൻസർ മീഡിയത്തിൽ നിന്ന് റെയറർ മീഡിയത്തിലേക്കാണ് ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതെങ്കിൽ ഇതിലെയാണ് നോർമൽ പോകേണ്ടത്. ബെൻഡ് എവേ ഫ്രം ദ നോർമൽ, ഇങ്ങോട്ട് മാറിപ്പോകും. ദാറ്റ് മീൻസ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ആണിത്, ഇത് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്. ഇവിടെ നമ്മൾ നോക്കാം ഡെൻസർ മീഡിയം, റെയറർ മീഡിയം n2. ഇവിടെ നോക്കിയാൽ n1 ഗ്രേറ്റർ ദാൻ n2 ആണ്. ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ലെസ് ദാൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ്. ഓക്കെ, ഇനി അടുത്തിരിച്ച് റെയറർ മീഡിയത്തിൽ നിന്ന് n1 ഡെൻസർ മീഡിയം n2 ലൈറ്റ് ട്രാവൽ ചെയ്യുന്നു. ഇതാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. ഇതിലെയാണ് പോകേണ്ടത്, ലൈറ്റ് പോകേണ്ടത് ഇതിലെയാണ്
ഇങ്ങോട്ട് ലൈറ്റ് ബെൻഡ് ചെയ്യും. ഇതിലേ പോകും 6. ഈ കേസിൽ N1 എന്ന് പറയുന്നത് ലെസ് ദാൻ ആണ് N2വിനേക്കാളും. ഇവിടെ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഈസ് ഗ്രേറ്റർ ദാൻ ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ ആണ് വരുന്നത്. ഡെൻസർ മീഡിയം ടു റെയറർ മീഡിയം. എന്താണ് റിഫ്രാക്ഷന്റെ ആംഗിൾ ഓഫ് ഇൻസിഡൻസിനേക്കാളും കൂടിയിരിക്കും. Then rarer medium to denser medium, angle of refraction is less than angle of incidence. Okay. നമുക്കൊരു ഗ്ലാസ് സ്ലാബില് ലൈറ്റ് കടന്നു പോകുന്നതിന്റെ ഫിഗർ നമ്മൾ വരച്ച് അതിന്റെ ലാറ്ററൽ ഷിഫ്റ്റ് കാണുന്ന നിങ്ങൾ ഒരു പക്ഷേ സ്കൂളിൽ ചെയ്തിട്ടുണ്ടാവും. ഇതൊരു ഗ്ലാസ് സ്ലാബാണ് ഉദ്ദേശിക്കുന്നത്. വളരെ തിക്കായിട്ടുള്ള ഒരു ഗ്ലാസ് സ്ലാബ്. ഓക്കെ, അതിന്റെ ഇവിടെ ലൈറ്റ് എൻറ്റർ ചെയ്യുന്നു. പോയിന്റ് നമ്മളൊരു നോർമൽ വരച്ചു. ആ നോർമൽ ഇങ്ങനെയാണ് പോകേണ്ടത്. അപ്പോൾ ഈ മീഡിയം എയർ ആണ്. എയറിൽ നിന്ന് ഗ്ലാസ്സിലേക്കാണ്. എയർ എന്ന് പറയുന്നത് റെയറർ മീഡിയാണ്, ഗ്ലാസ് എന്ന് പറയുന്നത് ഡെൻസർ മീഡിയാണ്. ഇപ്പം ഇതിലെയാണ് ശരിക്കും പോകേണ്ടത്. ഓക്കെ, ഇതാണ് ഇതിന്റെ പോകേണ്ട പാത്ത്. ഇപ്പൊ എന്ത് ചെയ്യും? ലൈറ്റ് റെയറിൽ നിന്ന് ഡെൻസറിലേക്ക് വരുമ്പോൾ ബെൻഡ് ടുവേർഡ്സ് ദ നോർമൽ, ഇങ്ങോട്ട് മാറും. ഇതാണ് ഈ കേസിൽ 6 എന്ന് പറയുന്നത് ഇതാണ്. അപ്പൊ ലൈറ്റ് ഇങ്ങനെ ചെന്നു, ഇതിലെ ട്രാവൽ ചെയ്ത് ഇതിലേക്ക് പോകാം. ഈ പോയിന്റ് ഇവിടെ നോർമൽ നമ്മൾ വരച്ചു. ഇതാണ് നോർമൽ. അപ്പൊ ഇവിടെ ചെന്ന് ലൈറ്റ് ഇവിടെ നമ്മൾ പോവുകയാണെങ്കിൽ ലൈറ്റ് പോകേണ്ട വഴി ഇങ്ങനെയാണ്. ലൈറ്റ് പോകേണ്ട വഴി. പക്ഷെ ഇവിടെ നമ്മൾ ഡെൻസറിൽ നിന്ന് റെയറിലേക്കാണ് പോകുന്നത്. അപ്പൊ ബെൻഡ് എവേ ഫ്രം ദ നോർമൽ, ലൈറ്റ് എവേ ആവും. ഓക്കെ, അപ്പൊ നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്. അതായത് ശരിക്കും ആദ്യം വന്ന ഇൻസിഡന്റ് റേയും ഇവിടെ വന്ന ഇത് തമ്മിൽ പാരലായിട്ട് പോകും. അപ്പൊ ഇത് തമ്മിലുള്ള ഈ ഡിസ്റ്റൻസിന് ഇതിന് നമ്മൾ പറയുന്ന പേരാണ് ലാറ്ററൽ ഷിഫ്റ്റ് എന്ന് പറയും. ലാറ്ററൽ ഷിഫ്റ്റ്. അതുപോലെ റിഫ്രാക്ഷനുമായിട്ട് ബന്ധപ്പെട്ട പല ഫിനോമിനാസ് നമുക്ക് പ്രകൃതിയിൽ തന്നെ നോക്കിയാൽ അറിയാം. നമുക്കറിയാം, ഒരു ബക്കറ്റിനകത്ത് വെള്ളം വെച്ചിട്ട് അതിനകത്ത് ഏതെങ്കിലും ഒരു വസ്തു വിടുക, ഒരു നാണയം വിട്ട് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടി ഹൈറ്റ് കൂടുതൽ, ശരിക്കും അതിന്റെ അടിത്തട്ടല്ല കുറച്ച് ഉയർന്ന ഭാഗത്തായിട്ട് നമുക്ക് കാണാം. അതുപോലെ ഈ ആഴമുള്ള സ്ഥലത്തൊക്കെ ചെന്ന് കഴിഞ്ഞാൽ വെള്ളത്തിന് അത്രയും ആഴമുള്ളതായിട്ട് നമുക്ക് തോന്നില്ല, അത്രയും ആഴത്തിലുണ്ടെന്ന് തോന്നില്ല. കാരണം അതും റിഫ്രാക്ഷനാണ് അവിടെ സംഭവിക്കുന്നത്. റിഫ്രാക്ഷൻ കൊണ്ടുണ്ടാകാനുള്ള ഒരു ഫിനോമിനാണ്. അതുപോലെ സൺസെറ്റിന്റെ സമയത്തും സൺറൈസിന്റെ സമയത്തും, സൺസെറ്റിന് കുറച്ച് ശേഷവും സൺറൈസിന് മുൻപും നമ്മൾ സണ്ണിനെ കാണും. കുറച്ച് സെക്കൻഡ്സുകൾ, മിനിറ്റുകൾ അല്ലെങ്കിൽ നമ്മൾ മുമ്പ് സൺസെറ്റിനെ കാണാനായിട്ട് നമുക്ക് പറ്റും. അതും എന്താണ്? ഈ പറയുന്ന പോലെ റിഫ്രാക്ഷൻ ആണ്. ലൈറ്റ് റേസ് എയറിൽ കൂടി വരുമ്പോൾ അതിന് സംഭവിക്കുന്ന ബെൻഡിങ് കൊണ്ട് സംഭവിക്കുന്നതാണ് റിഫ്രാക്ഷൻ. അതുപോലെ സൺസെറ്റിന്റെ സമയത്തും സൺറൈസിന്റെ സമയത്തും ഒക്കെ ഒരു ഓവൽ ഷേപ്പാണ് സണ്ണിന് നമുക്ക് കാണുന്നത്. അപ്പൊ അതും റിഫ്രാക്ഷൻ ആണ്. അപ്പൊ ഇങ്ങനെ നമ്മൾ നോക്കിയാൽ, പ്രകൃതിയിൽ നോക്കിയാൽ പലതരത്തിലുള്ള ഫിനോമിനാസ് റിഫ്രാക്ഷൻ മൂലം നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് റിഫ്രാക്ഷൻ ത്രൂ എ സ്പെറിക്കൽ സർഫസ്. അതിനുവേണ്ടി നമ്മളൊരു സ്പെറിക്കൽ സർഫസ് കൺസിഡർ ചെയ്യുന്നു, XY. അതിന്റെ പ്രിൻസിപ്പൽ ആക്സിസ് ആണ് ഈ വരച്ചിരിക്കുന്നത്. അവിടെ നമ്മളൊരു ഓബ്ജക്റ്റിനെ പ്ലേസ് ചെയ്യുന്നു. അവിടെ നിന്ന് ഇൻസിഡന്റ് റേ ഇവിടെ XY പ്ലെയിനിലുള്ള A എന്ന് പറയുന്ന പോയിന്റിൽ ഇൻസിഡന്റ് ചെയ്തിട്ട് അത് റിഫ്രാക്ഷൻ സംഭവിച്ച Iയിൽ കൂടി അത് പുറത്തേക്ക് പോകുന്നു. അതുപോലെ പ്രിൻസിപ്പൽ ആക്സിസിൽ കൂടിയുള്ള ഇതിന്റെ പോളിൽ കൂടി കടന്ന് Iയിലെത്തുന്നു. അതായത് Oയുടെ ഇമേജ് Iയിൽ ഫോം ചെയ്യുന്നു. ഇനി ഇവിടെ നമ്മൾ എഴുത്തിന് ഈ A എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന്, അതായത് പോയിന്റ് ഓഫ് ഇൻസിഡൻസിന്റെ അവിടെ നിന്ന് നമ്മളൊരു നോർമൽ വരച്ചു. ആ നോർമൽ സെന്റർ ഓഫ് കർവേച്ചറിൽ കൂടി പാസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നോർമലും ഇൻസിഡന്റ് റേയും കൂടി ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് ഇൻസിഡൻസ്. നോർമലും റിഫ്രാക്റ്റർ റേയും കൂടി ഉണ്ടാക്കുന്ന ആംഗിളാണ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ. 6 കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തു. ഈ ആംഗിളിനെ നമ്മൾ ആൽഫ കൊണ്ടും ഈ ആംഗിളിനെ ബീറ്റ കൊണ്ടും ഈ ആംഗിളിനെ ഗാമ കൊണ്ടും റെപ്രസെന്റ് ചെയ്യുന്നു. ഇവിടെ നമ്മൾ സ്നെൽസ് ലോ അപ്ലൈ ചെയ്യുന്നു. സ്നെൽസ് ലോ നമുക്കറിയാം, sin I by sin R is equal to N2 by N1 ആണ്. Then N2 sin I is equal to N1 sin I is equal to N2 sin R. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഫോർ സ്മോൾ ആംഗിൾ sin I
approximately equal to I, sin r approximately equal to r. Therefore, n1 I is equal to n2 r. Equation 1. ഇത് നമ്മളിവിടെ ചെയ്യേണ്ട ഐക്കും ആറിനുമുള്ള എക്സ്പ്രഷൻസ് കണ്ടുപിടിക്കാം. അതിനു വേണ്ടിയിട്ട് നമ്മൾ ആംഗിള് ട്രയാംഗിള് എ ഒ സി കൺസിഡർ ചെയ്യുന്നു. എ ഒ സി. എ ഒ സിയിലെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്ന ഐ ആണ്. ഈ ഐ ഇസ് ഈക്വൽ ടു നമുക്ക് എഴുതാം ആൽഫ പ്ലസ് ഗാമ എന്ന് എഴുതാം. അതായത് ഇന്റീരിയർ ആംഗിളിന്റെ ദൂരെയുള്ള ഇന്റീരിയർ ആംഗിളിന്റെ സമ്മാണ് എക്സ്റ്റീരിയർ ആംഗിൾ ട്രയാംഗിളിന്റെ ആ ലോ അനുസരിച്ച്. അതുപോലെ ട്രയാംഗിള് എ സി ഐ കൺസിഡർ ചെയ്യുന്നു. ഇവിടുത്തെ എക്സ്റ്റീരിയർ ആംഗിൾ എന്ന് പറയുന്നത് ഗാമയാണ്. ഗാമ ഇസ് ഈക്വൽ ടു ആർ പ്ലസ് ബീറ്റ. നമുക്ക് വേണ്ടത് ആർ ആണ്. therefore ആർ ഇസ് ഈക്വൽ ടു ഗാമ മൈനസ് ബീറ്റ. അപ്പൊ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ മാറും. n1 ഐക്ക് പകരം നമ്മൾ ആൽഫ പ്ലസ് ഗാമ എന്ന് കൊടുത്തു. ഈക്വൽ ടു n2. ആറിന് പകരം നമ്മൾ ഗാമ മൈനസ് ബീറ്റ എന്ന് കൊടുത്തു. ഇനി നമ്മളിവിടെ ആൽഫയ്ക്കും ബീറ്റയ്ക്കും ഗാമയ്ക്കും നമ്മൾ എക്സ്പ്രഷൻസ് കാണണം. അതിനുവേണ്ടി നമ്മൾ ഈ എയിൽ നിന്നൊരു പെർപെൻഡിക്കുലർ വരച്ചു. അത് മീറ്റ് ചെയ്ത പോയിന്റ് ആണ് എം. ഇത് പോള് പി കൊണ്ട് നമ്മൾ റെപ്രസെന്റ് ചെയ്തു ഈ പോയിന്റിനെ. ഇപ്പൊ ഇവിടെ നമുക്ക് 3 റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ കിട്ടി. ഫസ്റ്റ് റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ നമ്മൾ കൺസിഡർ ചെയ്യുന്നു. ട്രയാംഗിൾ എ എം ഒ. അവിടെ ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ഇവിടെ ആൽഫ എടുത്തു കഴിഞ്ഞാൽ എ എം ബൈ ഒ എം. ഓക്കെ. ദെൻ ട്രയാംഗിൾ എ എം ഐ ടാൻ ബി എ എം ഐ ടാൻ ബീറ്റ ഇസ് ഈക്വൽ ടു ഐ എം ബൈ എ എം ബൈ ഐ എം. ദെൻ ട്രയാംഗിൾ എ എം സി ടാൻ ഗാമ ഇസ് ഈക്വൽ ടു എ എം ബൈ സി എം. ഓക്കെ. ഇവിടെ നമ്മള് ഫോർ എ സ്മോൾ ആംഗിൾ ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു ആൽഫ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ആൽഫ, ടാൻ ബീറ്റ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ബീറ്റ, ടാൻ ഗാമ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു ഗാമ. ആൻഡ് എം പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യും. എം ഷിഫ്റ്റ് ടു പി. അപ്പൊ നമ്മളിവിടെ സ്മോൾ ആംഗിൾ കൺസിഡർ ചെയ്യുന്നു. എം പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നതും കൺസിഡർ ചെയ്യുന്നു. പിയിലേക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഇവിടെ സ്മോൾ ആംഗിൾ ആകുന്നു. അപ്പൊ നമുക്ക് ടാൻ ആൽഫ ഇസ് ഈക്വൽ ടു എ എം എന്നുള്ള എം എല്ലാം മാറി അപ്പൊ നമുക്ക് പി ആയിട്ട് കിട്ടും. അപ്പം ആദ്യത്തെ നോക്കിയാൽ ആൽഫ ഇസ് ഈക്വൽ ടു എ പി ബൈ ഒ പി, ബീറ്റ ഇസ് ഈക്വൽ ടു എ പി ബൈ ഐ പി, ഗാമ ഇസ് ഈക്വൽ ടു എ പി ബൈ സി പി. ഓക്കെ. ഇനി ഇവിടെയുള്ള ആൽഫയും ബീറ്റയും ഗാമയുടെ വാല്യൂസ് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. n1 into ആൽഫ മീൻസ് എ പി ബൈ ഒ പി പ്ലസ് എ പി ബൈ സി പി ഈക്വൽ ടു n2 into എ പി ബൈ സി പി മൈനസ് എ പി ബൈ ഐ പി. ഓക്കെ. എല്ലാത്തിലും എ പി കോമൺ ആണ്. അതുകൊണ്ട് എ പി കൊണ്ട് നമ്മൾ ഡിവൈഡ് ചെയ്തു. n1 into 1 by OP plus 1 by CP is equal to n2 into 1 by CP minus 1 by IP എന്ന് കിട്ടും. നമുക്ക് ഫിഗർ നോക്കിയാൽ എ പി എന്നുള്ളത് ഇവിടെ വരെ ഡിസ്റ്റൻസ്, ഒ പി എന്നുള്ളത് ഈ ഡിസ്റ്റൻസ് ആണ്. ഒ പി എന്നുള്ള ഡിസ്റ്റൻസ് മീൻസ് ഓബ്ജക്ട് ഡിസ്റ്റൻസ് വരും. ഐ പി എന്നുള്ള ഡിസ്റ്റൻസ് ഇമേജ് ഡിസ്റ്റൻസ് ആണ്, നമുക്ക് വി ആയിട്ട് എടുക്കാം. സി പി എന്നുള്ള ഡിസ്റ്റൻസ് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്, ആർ ആയിട്ട് എടുക്കാം. ഓക്കെ. അപ്പൊ ഇവിടെ നമ്മൾ സൈൻ കൺവെൻഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഒ പി ഇസ് ഈക്വൽ ടു മൈനസ് യു എന്ന് കിട്ടും. ഇവിടെ നിന്നാണ് എടുക്കുന്നത്. ഒ പി എന്നുള്ള ഡിസ്റ്റൻസ് ആണ്, പിയിൽ നിന്നാണ് മെഷർ ചെയ്യുന്നത്. അപ്പൊ ഇൻസിഡന്റ് റേക്ക് ഓപ്പോസിറ്റ് വരും. ദെൻ സി പി ഇസ് ഈക്വൽ ടു ഇൻസിഡന്റ് റേയുടെ സെയിം ഡയറക്ഷൻ ആണ്, ആർ. ദെൻ ഐ പി ഇസ് ഈക്വൽ ടു വി വരും. അത് നമ്മളിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. n1 into 1 by minus u plus 1 by r is equal to n2 into 1 by r minus 1 by v എന്ന് കിട്ടും. ഇവിടെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്താൽ n1 by u minus n1 by u plus n1 by r
ഇസ് ഈക്വൽ ടു n2 ബൈ ആർ മൈനസ് n2 ബൈ വി എന്ന് കിട്ടും. ഓക്കെ, ഈ n2 ബൈ വിനെ നമ്മൾ ഇപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുവരുന്നു, n1 ബൈ ആറിനെ നമ്മൾ അപ്പുറത്തെ സൈഡിലോട്ട് കൊണ്ടുപോകുന്നു. അപ്പൊ നമുക്ക് കിട്ടുക n2 ബൈ ബി ഇങ്ങോട്ട് വരുമ്പോൾ പോസിറ്റീവ് ആകും, മൈനസ് ഇത് ഇതുപോലെ തന്നെയുണ്ട് n1 ബൈ യു ഇസ് ഈക്വൽ ടു n2 ബൈ ആർ മൈനസ് n1 ബൈ ആർ. ഒന്നുകൂടി അറേഞ്ച് ചെയ്ത് എഴുതിയാൽ n2 ബൈ ബി മൈനസ് n1 ബൈ യു ഇസ് ഈക്വൽ ടു n2 മൈനസ് n1 ബൈ ആർ എന്ന് എഴുതാം. എന്ന് പറഞ്ഞാൽ സെക്കൻഡ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ ഇമേജ് ഡിസ്റ്റൻസ് മൈനസ് ഫസ്റ്റ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു ഡിഫറൻസ് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ റേഡിയസ് ഓഫ് കർവേച്ചർ. ഇതാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. അതായത് ഇവിടെ നമുക്ക് കിട്ടുന്ന റിലേഷൻ എന്ന് പറയുന്നത് ഒബ്ജക്ട് ഡിസ്റ്റൻസ്, ഇമേജ് ഡിസ്റ്റൻസ്, റേഡിയസ് ഓഫ് കർവേച്ചർ, റിഫ്രാക്റ്റീവ് ഇൻഡെക്സസ് ഓഫ് ടു മീഡിയ, ഇത്രയും തമ്മിലുള്ള റിലേഷൻ ആണ് നമ്മൾ ഈ ഇക്വേഷൻ കൂടി ഡെറൈവ് ചെയ്തെടുത്തത്. n2 ബൈ ബി സെക്കൻഡ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ ഇമേജ് ഡിസ്റ്റൻസ് മൈനസ് n1 ബൈ യു ഫസ്റ്റ് മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ബൈ ഒബ്ജക്ട് ഡിസ്റ്റൻസ് ഇസ് ഈക്വൽ ടു n2 മൈനസ് n1 റിഫ്രാക്റ്റീവ് ഇൻഡെക്സിലുള്ള ഡിഫറൻസ് ബൈ റേഡിയസ് ഓഫ് കർവേച്ചർ. ഓക്കെ, നമ്മൾ പഠിക്കാൻ പോകുന്നത് റിഫ്രാക്ഷൻ ബൈ ലെൻസ് ആണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ റിഫ്രാക്ഷൻ ബൈ എ സ്ഫെറിക്കൽ സർഫസ് നമ്മൾ പഠിച്ചു. അപ്പൊ നമുക്കൊരു ഇക്വേഷൻ കിട്ടി, n2 ബൈ ബി മൈനസ് n1 ബൈ യു ഈസ് ഈക്വൽ ടു n2 മൈനസ് n1 ബൈ ആർ. n2 എന്ന് പറയുന്നത് ഇമേജ് ഫോം ചെയ്യുന്ന മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, ബി എന്ന് പറയുന്നത് ഇമേജ് ഡിസ്റ്റൻസ് ആണ്, n1 എന്ന് പറയുന്നത് ഓബ്ജക്ട് പ്ലേസ് ചെയ്തിരിക്കുന്ന മീഡിയത്തിന്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്, യു എന്ന് പറയുന്നത് ഓബ്ജക്ട് ഡിസ്റ്റൻസ് ആണ്, ആർ എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് കർവേച്ചർ ആണ്. ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ലെൻസിന്റെ കേസ് വരുമ്പോൾ ഇവിടെ രണ്ട് സ്പെറിക്കൽ സർഫസ് ഉണ്ട്. അപ്പൊ ഈ രണ്ട് സ്പെറിക്കൽ സർഫസിലും റിഫ്രാക്ഷൻ സംഭവിച്ചിട്ടാണ് നമുക്ക് ഇമേജ് കിട്ടുക. അപ്പൊ നമുക്കൊരു കോൺവെക്സ് ലെൻസിൽ എങ്ങനെയാണ് ഇമേജ് ഫോം ചെയ്യുന്നതെന്ന് നോക്കാം. കോൺവെക്സ് ലെൻസ് അതിന്റെ ഒപ്റ്റിക്കൽ സെന്റർ ഓബ്ജക്റ്റിനെ നമ്മൾ ഇവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നു ഓ. ഇവിടെയാണ് നമുക്ക് അതിന്റെ ഇവിടെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമുക്ക് ഇമേജ് കിട്ടുന്നത്. ഐ എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് ഇമേജ് കിട്ടുന്നു. ഇവിടെ ആക്ച്വലി സംഭവിക്കുന്നത് ഇവിടുന്ന് ലൈറ്റ് ഇൻസിഡന്റ് റേ വരുന്നു, ഇവിടുന്ന് റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. ഫസ്റ്റ് ഫേസിൽ റിഫ്രാക്ഷൻ സംഭവിക്കുന്നു. അതുപോലെ തന്നെ ആ ഫസ്റ്റ് ഫേസ് ഉണ്ടാക്കുന്ന ഇമേജിനെ സെക്കൻഡ് ഫേസ് ഒബ്ജക്റ്റ് ആയിട്ട് എടുത്ത് അവിടെ റിഫ്രാക്ഷൻ സംഭവിച്ച് നമുക്കൊരു ഇമേജ് കിട്ടുന്നു. ആക്ച്വലി നമുക്ക് കിട്ടുന്ന ഇമേജ് ഇവിടെയായിരിക്കും കിട്ടുക. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ഫേസ് ഉണ്ടാക്കുന്ന ഇമേജിന് നമ്മൾ I1 കൊടുത്താൽ I1 നമുക്ക് മാർക്ക് ചെയ്യാം. സെക്കൻഡ് ഫേസ് ഉണ്ടാക്കുന്നത് ഈ I1 എന്ന് പറയുന്ന ഇമേജിനെ ഒബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ട് ഇവിടെ നമുക്ക് റിയൽ ഇമേജ് ഫോം ചെയ്ത് കിട്ടുന്നു. ഈ ഡിസ്റ്റൻസിനെ നമുക്ക് യു എന്ന് മാർക്ക് ചെയ്യാം. ആദ്യത്തെ ഇമേജ് ഡിസ്റ്റൻസിനെ നമുക്ക് V1 കൊണ്ട് മാർക്ക് ചെയ്യാം. ഇമേജ് ഡിസ്റ്റൻസിനെ നമുക്ക് V കൊണ്ട് മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇതിനെ രണ്ട് ഫേസസ്, ഇപ്പൊ രണ്ട് ഫേസസിൽ സംഭവിക്കുന്നത് എങ്ങനെയാണ്, അപ്പൊ എന്താണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് നോക്കാം. അപ്പൊ നമ്മൾ ഫസ്റ്റ് ഫേസിനെ നമ്മൾ എ ബി സി കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. എ സി, ഇവിടെ ഈ ഫേസിനെ നമ്മൾ ബി, ഈ സ്പേസിനെ നമ്മൾ ഡി കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. അപ്പൊ ഫസ്റ്റ് ഫേസിൽ ഒബ്ജക്റ്റ് വെക്കുന്നു, ഒബ്ജക്റ്റ്. ഓക്കെ, അവിടുന്ന് ഫസ്റ്റ് ഫേസിൽ ലൈറ്റ് ഇൻസിഡന്റ് ചെയ്തു, അവിടുന്ന് റിഫ്രാക്ഷൻ സംഭവിച്ച് ഇമേജ് I1 ഫോം ചെയ്തു. ഇമേജ് I1. അപ്പൊ ഇവിടെ വരെ ഡിസ്റ്റൻസിനെ നമ്മൾ V1 ആയിട്ട് എടുത്തു. ഈ ഡിസ്റ്റൻസ് നമുക്കറിയാം യു. അപ്പൊ ഫസ്റ്റ് മീഡിയത്തിലാണ് N1 ഓബ്ജക്ട് വെച്ചിരിക്കുന്നത്, N2 ഇമേജ് ഫോം ചെയ്തിരിക്കുക. അപ്പൊ നമ്മൾ ഇക്വേഷൻ എഴുതുവാണെങ്കിൽ നമുക്ക് ഫസ്റ്റ് കേസിൽ ഇക്വേഷൻ ഇങ്ങനെ എഴുതാം. N2 ഇമേജ് ഫോം ചെയ്തിരിക്കുന്ന സെക്കൻഡ് മീഡിയത്തിൽ N2 ബൈ V1 മൈനസ് ഒബ്ജക്ട് വെച്ചിരിക്കുന്ന N1 ബൈ യു is equal to N2 minus N1 by R എന്ന് കൊടുക്കാം. ഇക്വേഷൻ 1. ഇനി നമുക്ക് സെക്കൻഡ് ഫേസ്, അതായത് ADC. ഇവിടെ നമുക്ക് കിട്ടുന്ന ഫസ്റ്റ് ഫേസ് ഉണ്ടാക്കിയ ഇമേജ്, അതിനെ ഓബ്ജക്റ്റ് ആയിട്ട് എടുത്തിട്ട് ഇത് റിയൽ ഇമേജിനെ ഫോം ചെയ്യിക്കുന്നു. I കിട്ടി. അപ്പൊ ഇവിടുത്തെ കേസിൽ ഫസ്റ്റ് ഓബ്ജക്ട് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് V1 ആണ്, ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് V ആണ്. അതായത് ഓബ്ജക്ട് വെച്ചിരിക്കുന്ന ഇപ്പം
വിർച്വൽ ഓബ്ജക്റ്റ് ആണ്. അതുള്ളത് നമുക്കറിയാം ഇവിടെ ഇമേജ് ഫോം ചെയ്തത് സെക്കൻഡ് മീഡിയത്തിലാണ്. അപ്പൊ ഒബ്ജക്ട് ഈ കേസിലെ ഒബ്ജക്ട് എന്ന് പറയുന്നത് സെക്കൻഡ് മീഡിയത്തിലാണുള്ളത്. ഇമേജ് ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത് ഫസ്റ്റ് മീഡിയത്തിലാണ്. അപ്പൊ ഇവിടെ നമുക്ക് റിഫ്രാക്ഷൻ ബൈ എ സ്പെറിക്കൽ സർഫസ് ഇക്വേഷൻ അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടും n1 by v is minus n2 by v1 is equal to n1 minus n2 by r2 എന്ന് കൊടുക്കാം. ഇവിടെ r1 ഉം ഇവിടെ r2 കൊടുക്കാം. അതായത് ഇവിടെ രണ്ട് സ്പെറിക്കൽ സർഫസ് ഉണ്ട്. ഓരോ സ്പെറിക്കൽ സർഫസിനും റേഡിയസ് ഓഫ് കർവേച്ചർ ഉണ്ട്. ഫസ്റ്റ് സ്പെറിക്കൽ സർഫസിന്റെ റേഡിയസ് ഓഫ് കർവേച്ചറിനെ നമ്മൾ r1 കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. സെക്കൻഡിന്റെ റേഡിയസ് ഓഫ് കർവേച്ചറിനെ നമ്മൾ r2 കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. അപ്പൊ നമുക്ക് ഇക്വേഷൻ കിട്ടും n1 by v minus n2 by v1 is equal to n1 minus n2 by r2. ഇക്വേഷൻ ഇവിടെ നമുക്ക് ഇതിനോട് സിമിലാരിറ്റി വരുത്താൻ വേണ്ടി ഒരു മൈനസിനെ വെളിയിലോട്ട് എടുത്താൽ n1 by v മൈനസ് n2 by v1 is equal to ഇവിടുത്തെ ഒരു മൈനസ് വെളിയിൽ എടുക്കുന്നു മൈനസ് r2. മൈനസ് r എടുത്തു കഴിഞ്ഞാൽ ഇവിടെ n2 മൈനസ് n1 എന്ന് കിട്ടും. ഇക്വേഷൻ 2. ഇക്വേഷൻ 1 ഉം ഇക്വേഷൻ 2 കൂടി ആഡ് ചെയ്യുന്നു. ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2. ഇവിടെ നമുക്ക് നോക്കിയാൽ അറിയാം n2 by v1 ഇവിടെ ഒരു മൈനസ് n2 by v1 ഉണ്ട്. അപ്പൊ അത് ക്യാൻസൽ ആയിപ്പോ. പിന്നെ അവശേഷിക്കുന്ന n1 by v യും ഇവിടെ ഒരു മൈനസ് n1 by u ആണ്. അപ്പൊ നമുക്ക് കൊടുക്കാം n1 by v മൈനസ് n1 by u is equal to ഇവിടെ n2 മൈനസ് n1 കോമൺ ആണ്. ഇവിടെ പിന്നെ ഉള്ളത് 1 by r1 ആണ്. ഇവിടെ ഉള്ളത് മൈനസ് 1 by r2 ആണ്. ഓക്കെ, ഇനി നമുക്കൊരു n1 കൊണ്ട് ഈ ടേമിനെ എല്ലാം ഡിവൈഡ് ചെയ്യാം. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കിവിടെ n1 ക്യാൻസൽ ആയി പോകും. ഇവിടെ കിട്ടും 1 by v മൈനസ് 1 by u is equal to n2 by n1 മൈനസ് n1 by n1 1 by 2 into 1 by r1 മൈനസ് 1 by r2 എന്ന് കിട്ടും. അപ്പൊ ഈ ഇക്വേഷനെ നമ്മൾ പറയുന്ന പേരാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഇവിടുത്തെ n21നെ മാറ്റി നമുക്ക് n21 is equal to എന്ന് എഴുതാം. n2 by n1 is equal to n21 എഴുതാം. ഇനി ഇത് ഫസ്റ്റ് മീഡിയം എയർ ആണെങ്കിൽ n1ന്റെ വാല്യൂ 1 ആകും. അപ്പൊ നമുക്കത് മാറ്റി n2 by n1 എന്നുള്ളതിനെ മാറ്റി നമുക്ക് സെക്കൻഡ് മീഡിയത്തിന്റെ മാത്രം റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കൺസിഡർ ചെയ്യാം. അത് n നമുക്ക് കൊടുക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് 1 by v മൈനസ് 1 by u is equal to n21 അല്ലെങ്കിൽ n2 by n1 മൈനസ് 1 into 1 by r1 minus 1 by r2. ഇത് നമ്മൾ പറയുന്ന പേരാണ് ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഇനി നമ്മൾ കൺസിഡർ ചെയ്യുന്നു ഓബ്ജക്റ്റിനെ നമ്മൾ പ്ലേസ് ചെയ്തിരിക്കുന്ന ഇൻഫിനിറ്റിയിലാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇമേജ് ഫോം ചെയ്യുന്നത് ഫോക്കസിലായിരിക്കും ഇമേജ് ഫോം ചെയ്യുക. അപ്പം u is equal to infinity, v is equal to f. അങ്ങനെ വരുമ്പോൾ ഈ ഇക്വേഷൻ 1 by v ക്ക് പകരം നമുക്ക് 1 by f എന്ന് കൊടുക്കാം. 1 by f മൈനസ് 1 by u എന്നുള്ള ഇൻഫിനിറ്റി ആയിപ്പോയി, 0 ആയിപ്പോയി. is equal to n2 by n1 minus 1 into 1 by r1 minus 1 by r2. ഓക്കെ, അപ്പൊ ഈ രണ്ട് ഇക്വേഷൻസ് നമ്മൾ കൺസിഡർ ചെയ്യുവാണെങ്കിൽ നമുക്ക് മനസ്സിലാകും ഇതിന്റെ റൈറ്റ് സൈഡ് സെയിം ആണ്. റൈറ്റ് സൈഡ് സെയിം ആണെങ്കിൽ ലെഫ്റ്റ് സൈഡും സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് എഴുതാം 1 by v minus 1 by u is equal to 1 by f. ഇത് നമ്മൾ പറയുന്ന പേരാണ് തിൻ ലെൻസ് മേക്കേഴ്സ് ഫോർമുല. തിൻ ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഇത് കോമൺ ആയിട്ടുള്ള ലെൻസ് മേക്കേഴ്സ് ഫോർമുല. ഓക്കെ, ഇനി നമുക്ക് ലെൻസിന്റെ ഇമേജിന്റെ കേസിലെ മാഗ്നിഫിക്കേഷന്റെ ഇക്വേഷൻ നോക്കാം. അത് സൈസ് ഓഫ് ദ ഇമേജ് ബൈ സൈസ് ഓഫ് ദ ഓബ്ജക്റ്റ് ആണ്. അപ്പം അവിടെ മാഗ്നിഫിക്കേഷൻ m is equal to h dash by h is equal to v by u നമുക്ക് കിട്ടും. മാഗ്നിഫിക്കേഷൻ ഓഫ് എ ലെൻസ്. അതുപോലെ ഫോക്കൽ ലെന്ത് നമ്മൾ കണ്ടുപിടിച്ചു. ഇക്വേഷൻ വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം ഫോക്കൽ ലെന്തും ഒരു ലെൻസിന്റെ പവറുമായിട്ടുള്ള റിലേഷൻ എന്ന് പറയുന്നത് പവർ p is equal to 1 by f ആണ്. പവർ p is equal to 1 by f. അപ്പൊ മാഗ്നിഫിക്കേഷൻ m is equal to h dash by h is equal to v by u. പവർ p is equal to 1 by f. ലെൻസ് മേക്കേഴ്സ് ഫോർമുല, തിൻ ലെൻസ് മേക്കേഴ്സ് ഫോർമുല. രണ്ട് സ്പെറിക്കൽ സർഫസ് വെച്ചാണ് ഫോം ചെയ്യുന്നത്. ഓക്കെ, അടുത്തായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്ന കോമ്പിനേഷൻ ഓഫ് തിൻ ലെൻസസ് ആണ്. അപ്പൊ നമ്മൾ കഴിഞ്ഞ ഭാഗത്ത് നമ്മൾ പഠിച്ചു തിൻ ലെൻസ് മേക്കേഴ്സ് ഫോർമുല പഠിച്ചു. 1 by v മൈനസ് 1 by u is equal to 1 by f ആണ്. അപ്പൊ f എന്ന് പറയുന്ന ഫോക്കൽ ലെന്താണ്, v ഇമേജ് ഡിസ്റ്റൻസ് ആണ്, u ഒബ്ജക്ട് ഡിസ്റ്റൻസ് ആണ്. നമ്മളിവിടെ രണ്ട് തിൻ ആയിട്ടുള്ള കോൺവെക്സ് ലെൻസിന്റെ കോമ്പിനേഷൻസ് കൺസിഡർ ചെയ്യുന്നു. അപ്പൊ തിൻ ലെൻസ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ഒപ്റ്റിക്കൽ സെന്റർ ഏകദേശം സെയിം ആയിട്ട് വരും. അപ്പൊ അങ്ങനെയുള്ള രണ്ട് ലെൻസസ് എ എന്നും ബി എന്നും നമ്മൾ ഇവിടെ കൊടുത്തു. ഫസ്റ്റ് ലെൻസ് ഇവിടെ നമ്മൾ ഓബ്ജക്റ്റിനെ വെച്ചു. ഫസ്റ്റ് ലെൻസ് അതിന്റെ ഇമേജിനെ ഫോം ചെയ്യിക്കുന്നു.
നമുക്ക് ഫസ്റ്റ് ലെൻസ് ഫോം ചെയ്യുന്ന ഇമേജ് I1 ആയിട്ട് കിട്ടി. ഇവിടെ നമ്മൾ ഒപ്റ്റിക്കൽ സെന്ററിനുള്ള ഡിസ്റ്റൻസ് നമ്മൾ അതിനെ B1 ആയിട്ട് എടുത്തു. ഈ I1നെ ഓബ്ജക്റ്റ് ആയിട്ട് എടുത്തുകൊണ്ട് സെക്കൻഡ് ലെൻസ് ഇമേജ് ഫോം ചെയ്യുന്നു. അങ്ങനെ ഫോം ചെയ്യുന്ന ഇമേജിനെ നമ്മൾ I കൊണ്ട് റെപ്രസെന്റ് ചെയ്തു. അപ്പൊ ഈ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് നമ്മൾ B ആയിട്ട് എടുത്തു. ഇനി നമ്മൾ ഈ ഫോർമുല ഇവിടെ യൂസ് ചെയ്യുകയാണ്. അപ്പൊ ഫസ്റ്റ് ലെൻസിന്റെ ഫോക്കൽ ലെന്തിനെ നമ്മൾ F1 എന്നും സെക്കൻഡ് ലെൻസിന്റെ ഫോക്കൽ ലെന്തിനെ നമ്മൾ F2 എന്നും എടുക്കുന്നു. അപ്പൊ ഈ ഫോർമുല ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കിട്ടും ഫസ്റ്റ് ലെൻസിന്റെ കേസിൽ, ഫസ്റ്റ് ലെൻസ് മീൻസ് ലെൻസ് എയുടെ കേസിൽ നമുക്ക് കിട്ടുവാണെങ്കിൽ എയുടെ കേസിലെ ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് 1/V1 മൈനസ് 1/U ഇസ് ഈക്വൽ ടു അവിടുത്തെ ഫോക്കൽ ലെന്ത് എന്ന് പറയുന്നത് F1 ആണ്. ദെൻ സെക്കൻഡ് ലെൻസിന്റെ കേസിൽ, അതായത് ഫസ്റ്റ് ലെൻസ് ഫോം ചെയ്ത ഇമേജിനെയാണ് ഓബ്ജക്റ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത്. ഇവിടുത്തെ ഇമേജ് എന്ന് പറയുന്നത് I ആണ്, ഇമേജ് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് V ആണ്. അപ്പൊ 1/V മൈനസ് ഓബ്ജക്ട് ഡിസ്റ്റൻസ് കേസിൽ 1/V1 ഇസ് ഈക്വൽ ടു 1/F2 എന്ന് കിട്ടും. ഓക്കെ, ഇനി രണ്ട് കൂടി നമ്മൾ ആഡ് ചെയ്യുകയാണ്. ആഡ് ചെയ്യുമ്പോൾ 1/V1 ക്യാൻസൽ ആയി പോകും. ഇക്വേഷൻ 1 ഇക്വേഷൻ 2 1/V ഇവിടെ 1/V ഇവിടെ മൈനസ് 1/U ഇസ് ഈക്വൽ ടു 1/F1 പ്ലസ് 1/F2 എന്ന് കിട്ടി. നമ്മള് ഈ രണ്ട് ലെൻസ് വെക്കുന്നതിന് പകരം ഇതിന്റെ സെയിം ഒരു ഒറ്റ ലെൻസ് നമ്മൾ വെക്കുവാണെങ്കിൽ, ഈ രണ്ട് ലെൻസിന് പകരം നമ്മൾ ഒറ്റ ലെൻസ് വെക്കുവാണെങ്കിൽ അപ്പൊ നമുക്ക് കിട്ടുന്ന ഫോക്കൽ ലെന്ത് എന്ന് പറയുന്നത്, ഇവിടെ നമ്മൾ ഒറ്റ ലെൻസ് വെക്കുന്നു, അപ്പൊ നമുക്ക് കിട്ടുന്ന ഫോക്കൽ ലെന്ത്, നമുക്ക് കിട്ടുന്ന അതിന്റെ ഫോക്കൽ ലെന്ത് F ആണ്. അങ്ങനെയാണ് നമുക്ക് കിട്ടുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത് 1/V മൈനസ് 1/U ഇസ് ഈക്വൽ ടു 1/F ആയിരിക്കും. അപ്പൊ അതിൽ നിന്ന് നമുക്ക് കൊടുക്കാം 1/F1 പ്ലസ് 1/F2 ഇസ് ഈക്വൽ ടു 1/F. ഓക്കെ, 1/F1 പ്ലസ് 1/F2 ഇസ് ഈക്വൽ ടു 1/F, അല്ലെങ്കിൽ 1/F ഇസ് ഈക്വൽ ടു n ലെൻസസ് ഉണ്ടെങ്കിൽ 1/F1 പ്ലസ് 1/F2 പ്ലസ് 1/F3 പ്ലസ് എക്സെട്ര 1/Fn വരെ നമുക്ക് എഴുതാം. ഓക്കെ, അതുപോലെ പവറിന്റെ കേസ് നമ്മൾ പറഞ്ഞു പവർ ഈസ് ഈക്വൽ ടു 1/F ആണ്. അങ്ങനെയാണെങ്കിൽ പവറിന്റെ കേസിൽ പവർ P ഈസ് ഈക്വൽ ടു പവർ P ഈസ് ഈക്വൽ ടു P1 പ്ലസ് P2 പ്ലസ് P3 നമുക്ക് കിട്ടും. അതുപോലെ മാഗ്നിഫിക്കേഷൻ M ഈസ് ഈക്വൽ ടു M1 ഇൻറ്റു M2 ഇൻറ്റു M3 കിട്ടും. N ഉണ്ടെങ്കിൽ അങ്ങനെ എക്സെട്ര ഇട്ട് നമുക്ക് എഴുതാനായിട്ട് പറ്റും. അപ്പൊ കോമ്പിനേഷൻ ഓഫ് തിൻ ലെൻസസ് ഓക്കെ നമുക്ക് കിട്ടുന്നതാണ് 1/F ഈസ് ഈക്വൽ ടു 1/F1 പ്ലസ് 1/F2. Then power P is equal to P1 plus P2 plus etc. Then magnification M is equal to M1 plus M2 M3 etc. Okay.